പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിലെ പരിഹാസ കമന്റുകളൊക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് വെൽക്കം കമന്റുകൾ എഴുതാമല്ലോ. ഇപ്പൊ ഓർത്തഡോക്സിൽപ്പെട്ട ആളുകൾ കമന്റ് എഴുതും. നിങ്ങൾക്ക് സഭയോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുന്ന കമന്റുകൾ എഴുതുക, വെൽക്കം ചെയ്യുന്ന കമന്റുകൾ എഴുതുക, ഹഗ് ചെയ്യുന്ന കമന്റുകൾ എഴുതുക. അല്ലാതെ ഈ പഴയ ചരിത്രങ്ങളൊക്കെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങനെ വന്നിട്ട് അത് തന്നെ ഇരുന്ന് പറയുക, ഓ നമ്മുടെ ഔഗേംബാവായ കാപ്പി വടിക്ക് അടിച്ചു, എല്ലാം കാര്യം. ഔഗേംബാവ അത് കഴിഞ്ഞ് കാപ്പി വടിക്ക, അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിൽ മെത്രാപ്പോലിത്ത ആയിട്ടിരുന്നു. പിന്നീട് അദ്ദേഹം സംയുക്തമായ സഭയുടെ കാതോലിക്ക ബാവയായിട്ടിരുന്നു. അതൊക്കെ ഇരുന്ന എന്നിട്ടൊന്നും അത് ക്ഷമിക്കാനും രമ്യപ്പെടാനും പറ്റില്ല. അതെല്ലാം കഴിഞ്ഞ് അതിനൊക്കെ മുമ്പെങ്ങാണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞില്ല. എങ്ങനെ നമ്മളെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കാൻ പറ്റും, ഒരുമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. ആ ട്രൂ ഓർത്തഡോക്സി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം പ്രാർത്ഥിച്ചു പോവുക. ഇനി സംശയം ഉണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് നമസ്കാരക്രമത്തിൽ. ആ പ്രാർത്ഥന എടുത്ത് വായിച്ചു നോക്കും. യുണൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഒരുമിച്ച് പോകാനും പറ്റും. അതുകൊണ്ട് സ്നേഹമായി സമാധാനമായി ഐക്യമായി പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ഉഡായിപ്പുമായി തെറിപ്പാച്ചിൽ ഇറങ്ങിയതാ. ഇനി മുതൽ ആരും സോഷ്യൽ മീഡിയയിൽ പരിഹാസ കമന്റുകൾ ഇടരുത്, അതെല്ലാം ഒഴിവാക്കണം. അതിനു പകരം ഓർത്തഡോക്സുകാർ വെൽക്കം കമന്റുകൾ ഇടണമത്രേ. പറഞ്ഞ ഏമാൻ അങ്ങനെ കമന്റുകൾ ഇടുന്നത് കുറവാണ്. പകരം പച്ച തെറിയാണ് വിളിച്ചു പറയുന്നത്. അതിനയാൾക്ക് ഒരു നാണവും മാനവുമില്ല. ഓർത്തഡോക്സുകാർ കമന്റ് ഇടുന്നത് മാന്യമായ ഭാഷയിലാണ്. പല വാർത്തകളുടെയും അടിയിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാകും അവരുടെ സംസ്കാരം. തെറിപ്പാച്ചർ ആദ്യം പടക്കഴുതകളെ ഉപദേശിക്കും. അവരെ നേരെയാക്കിയാൽ സമ്മതിക്കാം പാച്ചറുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട്. പാച്ചർ ഉപദേശവുമായി ചെല്ലാത്ത പാടേയുള്ളൂ പടക്കഴുതകൾ മാന്യന്മാരാകുവാൻ. ഇതുമായി അങ്ങോട്ട് ചെന്നാൽ പടക്കഴുതകൾ തെറിപ്പാച്ചറുടെ അവശേഷിക്കുന്ന മുടിയും പറിച്ച് മൊട്ടയാക്കി വിടും. ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. അല്ലാതെ ഓർത്തഡോക്സുകാരെ മര്യാദ പഠിപ്പിക്കാൻ തെറിപ്പാച്ചർ വളർന്നില്ല.